നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ, 1947 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നാണയം പുറത്തിറങ്ങിയത് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ചില്ലറക്കാരന്റെ കളക്ഷനിലുള്ള ആ ഒരു നാണയത്തെ കുറിച്ചാണ് ഇന്ന് ചില്ലറക്കാരൻ പറയാൻ പോകുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ആ ഒരു പഴയ നാണയ സമ്പ്രദായം തന്നെയായിരുന്നു ഉപയോഗിച്ചു പോയിരുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നാണയങ്ങൾ പുറത്തിറങ്ങുന്നത് 1950 കാലഘട്ടങ്ങളിലായിരുന്നു. ഈ ഒരു കോയിൻ 1950കളിൽ പുറത്തിറങ്ങിയ അശോക സ്തംഭം ആലേഖനം ചെയ്ത ₹1 നാണയമാണ്. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നാണയ പരമ്പരയിൽ പെട്ട ഒന്നായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും സ്വതന്ത്ര ഇന്ത്യയിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു നാണയത്തിന്റെ മുൻവശത്ത് അശോക സ്തംഭവും പിൻവശത്ത് ഗോതമ്പ് കതിരുകളും കോയിൻ ഡിനോമിനേഷനായ ₹1 എന്നും ആലേഖനം ചെയ്തതായി കാണാം. സ്വതന്ത്ര ഇന്ത്യയുടെ നാണയ ചരിത്രത്തിൽ 1950കളിൽ പുറത്തിറക്കിയ നാണയങ്ങൾ 1 പൈസ, അര അണ, 1 അണ, 2 അണ, ₹1/4, ₹1, ₹1 എന്നീ നാണയങ്ങളായിരുന്നു. എന്നാൽ ഇതിൽ ഹയസ്റ്റ് ഡിനോമിനേഷനായ നാണയമായിരുന്നു 1950ൽ ഇഷ്യൂ ചെയ്ത ₹1 കോയിൻ. ബോംബെയിൽ മിന്റ് ചെയ്ത ഈ ഒരു നാണയത്തിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പരമാധികാരത്തെയും പുതിയ ഭരണഘടനയെയും പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ നാണയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി ഇത് വളരെ വിലപ്പെട്ട ഒന്നാണ്. 1950ൽ ഇഷ്യൂ ചെയ്ത ഈ ഒരു കോപ്പർ ₹1 നാണയത്തിന്റെ ഇന്നത്തെ വിപണി മൂല്യം നല്ല കണ്ടീഷന് ₹1000 മുകളിലാണ്. ചില്ലറക്കാരന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇത് ചില്ലറക്കാരന്റെ ചില്ലറ കാര്യങ്ങൾ മാത്രം.